പ്രിയമുള്ളവരെ, ഇന്ന് ഒരുപാട് കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് ആദ്യം നമ്മുടെ എല്ലാമായ മുരളിയേട്ടൻ്റെ വീട്ടിലോട്ട് നമ്മൾ കിടക്കാം. കേട്ടോക്കൂ. DNA കാര്യം പറഞ്ഞപ്പോ കുഞ്ഞുമോനെ DNA ഒന്നും വേണ്ട, എന്റെ മോളെ എടുത്ത് അങ്ങോട്ട് നിർത്തുക, എന്റെ മോടെ മുഖം അങ്ങോട്ട് നോക്കുക. 3-ാം തലമുറയാ. 1 അച്ഛൻ, 1 2 ഞാൻ, 3 എന്റെ മോള്. ഒരു നെല്ലിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെക്കാൻ പറ്റില്ല. പെണ്ണായി പിറന്നൊരൊറ്റ വ്യത്യാസമുള്ളൂ. കറക്റ്റ് അച്ഛൻ്റെ ജയനാണ്. മൂക്കും എല്ലാം സെയിം എടുത്തിങ്ങനെ ഫോട്ടോസെറ്റ് കോപ്പി എടുത്ത് വെച്ചിരിക്കും. കേട്ടല്ലോ, ഇന്നലെ ഇത് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഞാൻ അന്വേഷിക്കാൻ പോയ ആൾക്കാരും പറഞ്ഞൊരു കാര്യം ഇതാണ്. അതുമല്ലാതെ ഒരാൾ എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സംഭവം പറയുമ്പോഴത്തേക്ക് ഒരാൾ നമ്പർ ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അയാൾ പറഞ്ഞതാണ് മോളെ കണ്ടാൽ മാത്രം മതി, കറക്റ്റാണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, ഒരുപാട് ആൾക്കാരെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് പറയുമ്പോഴത്തേക്ക് ഒരു 10-100 ആൾക്കാരുടെ മുകളിൽ ഒരു കമൻറ്റ് ചെയ്യുന്നുണ്ട്. പേഴ്സണലായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്തെന്ന് പറയുമ്പോഴത്തേക്ക് ഈ DNA ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്ക് 2-3 പേർക്ക് നടത്തണം എന്ന് കള്ളത്തിലുണ്ടാവും, പണത്തിന് മേലെ എന്തൊക്കെ പറക്കും, എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും പറയുമ്പോഴത്തേക്ക് ഞാനൊരു കാര്യം പറയാം. ഇതും പറയുമ്പോഴത്തേക്ക് എൻ്റെയും 2-3 ആൾക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. നല്ല ഉദാഹരണത്തിന് എൻ്റെ കൂടെ പഠിച്ച ഒരാളുണ്ട്, കലക്ടറായിട്ടുള്ള അയാൾ. അതും മാത്രമല്ല, എൻ്റെ സുഹൃത്ത് ഡോക്ടറുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ സ്പെഷ്യലിസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ കളി വരുമ്പോഴത്തേക്ക് കളിക്കുന്ന കളി അത് വലിയ കളിയെ കളിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട. 100% കറക്റ്റായിരിക്കും. അത് കറക്റ്റായില്ലെങ്കിൽ നെഗറ്റീവ് വന്നാൽ അതിൽക്കുള്ള വേറെ കണ്ടിട്ടുണ്ട്. അത് വേറെ കാര്യം. ഇത് പറയുമ്പോഴത്തേക്ക് ഒരു പേപ്പർസ് കാര്യങ്ങളൊക്കെ ശരിയാക്കിയ പിന്നുണ്ടല്ലേ, അതൊക്കെയുള്ള കളിയൊക്കെ ഒരുപാട് കളിക്കാൻ പറ്റുന്നുണ്ട്. അതാണ്. അതിലൊന്നും കള്ളത്തിൽ നടന്നാൽ പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഒരിക്കലും സ്ഥാനത്തിരിക്കില്ല. ഞാൻ ഉറപ്പ് വരുന്നത് എൻ്റെ പ്രേക്ഷകർക്ക്. പിന്നൊരു കാര്യമുണ്ട്, ഈ സംഭവം വരുമ്പോഴത്തേക്കും മുരളിയായിട്ട് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് കമൻസ് പറയുന്ന ഒരു കാര്യങ്ങൾ കാണാം. ഒരുപാട് ഫാൻസ് ഉണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇങ്ങനത്തെ ആളും പറയുമ്പോഴത്തേക്ക് ഉദാഹരണത്തിന് പാരമ്പര്യമായിട്ട് അങ്ങനെ ഫാൻസ് എടുക്കുന്നത്. ഇയാളെ അച്ഛനും ഈ ജയൻ സാറിനും ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നുണ്ട്. ഇപ്പോഴും ഫാൻസ് ഉണ്ട്. ഇനി ഏത് കാലഘട്ടങ്ങളിൽ മലയാള സിനിമ ഏത് സംഭവം ഈ മലയാള ലോകം എവിടം വരെ ഉണ്ടാകും, അവിടം വരെ ഈ ജയൻ എന്നുള്ള ഒരു ആളെ നടൻ്റെ ഓർമ്മകളുണ്ടാവും. അതേപോലെ ഫാൻസാണ് ഒരുപാട് ഈ മുരളിയാൾക്കും ഒരുപാട് ഫാൻസ് ഉള്ളത്. പിന്നെ പറയുമ്പോഴത്തേക്ക് ഇതാകുന്നത് എത്രയൊക്കെ കമൻസ് വരുന്നുണ്ട്. ആ കമൻസിൽ വെറും 2% മാത്രമേ ഉള്ളൂ റോങ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ അനുകൂലമായിട്ടേ വരുന്നുള്ളൂ. അനുകൂലമായിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ 2 കാര്യം മനസ്സിലാക്കിയത്. ഒന്നാമത്തെ സത്യസന്ധത, രണ്ടാമത്തത് ഇത് പറയുമ്പോഴത്തേക്ക് ഈ ജയൻ്റെ മകൻ വെച്ച് ഏകദേശം 95% ആൾക്കാർ അംഗീകരിച്ചു. അതിലേക്കുള്ള തെളിവായിട്ടാണ് കാണുന്നത്. എന്നാൽ ലീഗലായിട്ടുള്ള മൂവിങ് ആണ് ഞാൻ നോക്കുന്ന ഒരു കാര്യങ്ങളുള്ളൂ, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞ കാര്യത്തിലും ഒരുപാട് ആളുടെ മെസ്സേജും കമൻസും ഒക്കെ കാണുമ്പോഴത്തേക്ക് ഞാനും ഉറപ്പിച്ചത് 100% ആണ് സംഭവം. പക്ഷേ ഇതും പറയുമ്പോഴത്തേക്ക് പ്രേക്ഷകർക്ക് കാണിക്കാനോ അതല്ലാതെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് കാണിക്കാനോ ഒരു ഐഡൻറ്റിഫിക്കേഷൻ വേണ്ടി മാത്രമാണ് DNA ടെസ്റ്റ് നടത്തുന്നത്. ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. DNA ടെസ്റ്റിൻ്റെ ആവശ്യമില്ലാന്ന് മുരളിച്ചേട്ടൻ പറഞ്ഞത്. എന്നിട്ട് എൻ്റെ മക്കളെ കണ്ടാലും അറിയും. 3-4 തലമുറക്ക് അപ്പുറമുള്ള ഒരു കാര്യമാണ്. 3-4 തലമുറയായി. എന്നിട്ടും അതേപോലത്തെ ഫേസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് 100% ഉറപ്പിച്ച കാര്യമാണ്. ജയൻ സാറിൻ്റെ മകനാണ് മുരളി ജയൻ. അതാണ് സംഭവം. അപ്പോൾ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് നൽകുമ്പോൾ അങ്ങേ അറ്റം വരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഒരുപാട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് അറിയാവുന്ന ആൾക്കാർ തിരുവനന്തപുരത്തും കോട്ടയത്തും പത്തനംതിട്ടയിൽ നിന്നൊക്കെ കുറേ ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ. അപ്പോൾ അവർക്ക് ഹെൽപ്പ് ചോദിച്ച ആൾക്കാർക്കല്ലേ വേണ്ട, ഞാൻ ഒരിക്കലും പറയില്ല. എല്ലാവർക്കും ആവശ്യത്തിന് ഞാൻ ഹെൽപ്പ് വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാലോ, എന്തെങ്കിലും ഒന്ന് പണത്തിൻ്റെ മുകളിൽ പറഞ്ഞും പറക്കില്ല എന്നൊക്കെ പറയില്ല. അങ്ങനെ പണം എന്തെങ്കിലും എറിഞ്ഞാലോ, അങ്ങനെ കയറി കളിക്കാൻ എനിക്ക് ഒരുപാട് ആൾക്കാർ വേണം. ഞാനൊന്ന് ഇറങ്ങിയാൽ അത് ഇറങ്ങിയതാണ്, അതിൻ്റെ ജീവൻ പോയാലും ശരി. അത് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് ആൾക്കാർക്ക് അറിയാം. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ കൊലക്കേസ് ഇങ്ങനത്തെ കേസ് മാത്രമേ നോക്കുന്നുണ്ട്, ഇങ്ങനത്തെ കേസ് എടുക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞു, നമ്മൾ കേരളത്തിൻ്റെ ജനങ്ങളെ കൂടെ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ സത്യസന്ധത്തിൻ്റെ ജനങ്ങളെ കൂടെ നമ്മൾ എന്നും ഉണ്ടാവും. അത് എന്നും നിങ്ങൾക്ക് വിളിക്കാം ഡോക്ടർ മിന്നൽ നിച്ചുവിന്, അത് വേറെ കാര്യം. എന്നാൽ ഇത്ര പറയാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.